നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ തൂഫാനൊക്കെ കൊള്ളാം, പക്ഷേ രമേശ് ചെന്നിത്തല ഒന്ന് കരുതിയിരിക്കണം. പോലീസ് സംവിധാനത്തിനെതിരെ ഇപ്പോൾ കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നു. പരസ്യമായ അതൃപ്തിയുമായി KC വേണുഗോപാൽ രംഗത്തെത്തി. G. സുധാകരൻ MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തി തന്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. നഗരസഭയിൽ G. സുധാകരന് സ്വീകരണം നൽകുമ്പോൾ LDF നേതൃത്വത്തിൽ പ്രതിഷേധിക്കുമെന്ന് നേരത്തെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. എന്നിട്ടും വേണ്ടത്ര തയ്യാറെടുപ്പുകൾ എടുത്തില്ല എന്നാണ് G. സുധാകരന്റെ പരാതി. ഇക്കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നേതാവ് അരിത ബാബുവിനോട് പോലീസ് അപമര്യാദയായി പെരുമാറി. ഇത് സംബന്ധിച്ച് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അരിത ബാബു പരാതിയും നൽകി. എന്നിട്ടും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്ന പരാതി കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. പോലീസിന് 10 കൊല്ലമായ ഹാങ് ഓവർ ഇപ്പോഴുമുണ്ട് എന്ന് KC വേണുഗോപാൽ പറയുന്നു. അവർ മാറി വരുന്നതല്ലേ ഉള്ളൂ. സമരം ചെയ്യുന്നവരോട് പോലീസ് കാണിക്കേണ്ട സമീപനത്തിൽ കൃത്യമായ മാറ്റമുണ്ടാകണമെന്നാണ് KCയുടെ ആവശ്യം. കുണ്ടറയിൽ ഒരു കസ്റ്റഡി ഭരണമെന്ന ആരോപണവും ഉയർന്നു വരുന്നു. ഇതും രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ തലവേദന ഉണ്ടാക്കും. വിദ്യാർത്ഥിയെ കാണാതായ സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിന് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മർദ്ദനമേറ്റു എന്ന ആരോപണമാണ്. പിന്നീട് യുവാവിനെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഇതിനെ തുടർന്ന് യുവാവ് മരണമടഞ്ഞു. പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് സിയാദ് മരിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നു. സിയാദിന്റെ മകളും പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിലെ ഫോൺ സംഭാഷണം ഇപ്പോൾ പുറത്തുവന്നു. വിദ്യാർത്ഥിയെ കാണാതായതിനെ തുടർന്നുള്ള സംശയത്തിലാണ് യുവാവിനെ കണ്ടെത്തിയത്. തുടർന്ന് വിദ്യാർത്ഥിയെ കണ്ടെത്തുകയും യുവാവിനെ വിട്ടയക്കുകയും ചെയ്തു. പിന്നീട് ശാരീരിക ബുദ്ധിമുട്ടിനെ തുടർന്ന് സിയാദ് ആശുപത്രിയിൽ ചികിത്സ തേടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇക്കഴിഞ്ഞ ദിവസം മരിച്ചു. പോലീസ് മർദ്ദനത്തിൽ വാരിയലിനേറ്റ പരിക്കാണ് മരണകാരണമെന്ന് കുടുംബം പറയുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിൽ മയങ്ങി നിൽക്കരുത് ആഭ്യന്തരമന്ത്രി. ശത്രുക്കൾ കൂടെ തന്നെയുണ്ട് എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരിച്ചറിയുക. പോലീസിനെതിരെയുള്ള ആരോപണങ്ങൾ എല്ലാ കാലത്തുമുണ്ട്. എന്നാൽ കേരളം ഭയക്കേണ്ട ചില ദൃശ്യങ്ങൾ. കൊച്ചി തൃക്കാക്കരയിൽ 3 യുവാക്കളെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഗുണ്ടകളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ഒരു നടുക്കത്തോടെയാണ് കേരളം കണ്ടത്. ഇപ്പോഴിതാ ആ 3 അംഗ ഗുണ്ടാ സംഘം പോലീസ് പിടിയിലായി. പെരുമ്പാവൂർ സ്വദേശി ഷെഫീൻ, പൂക്കാട്ടുപടി സ്വദേശി ഫഹദ്, കോഴിക്കോട് സ്വദേശി വിതീഷ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലായത്. പെരുമ്പാവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗുണ്ട നേതാവിന്റെ ശിങ്കിടികളാണ് ഇവർ 3 പേരും. ഇവരുടെ മർദ്ദനമേറ്റ 3 യുവാക്കളിൽ ഒരാളുടെ നില അതീവ ഗുരുതരം. പുലർച്ചെ 2 മണിയോടെ കാക്കനാട് NGO ക്വാർട്ടേഴ്സിന് സമീപം കാറിലെത്തിയ 3 അംഗ സംഘം യുവാക്കളെ ക്രൂരമായി ആക്രമിക്കുന്നു. സുഹൃത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് തലേന്നുള്ള ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം 2 ബൈക്കുകളിൽ മടങ്ങുകയായിരുന്നു യുവാക്കൾ. ഇതിനിടെ കാറിലെത്തിയവരുമായി സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം പിന്നീട് സംഘർഷത്തിലേക്ക് വഴിമാറി. ഈ 3 ഗുണ്ടകൾ ഈ യുവാക്കളെ മർദ്ദിച്ച രീതി അക്ഷരാർത്ഥത്തിൽ നമ്മെ തകർത്ത് കളയും. അതിക്രൂര മർദ്ദനമാണ് യുവാക്കൾക്ക് മേൽ ഈ ഗുണ്ടകൾ നടത്തിയത്. കാറിലെത്തിയവർ യുവാക്കളെ ഇടിവള ഉപയോഗിച്ച് ഇടിച്ച് താഴെയിടുന്നതും നിലത്തിട്ട് ചവിട്ടുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തം. ഒരുവിധം ഒന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ഓടി അടുത്ത് വന്ന് നെഞ്ചും കൂട് നോക്കിയും തല നോക്കിയും ചവിട്ടി വീഴ്ത്തും. അതിക്രൂര മർദ്ദനത്തിനാണ് ഈ യുവാക്കൾ ഇരയായത്. ആദ്യഘട്ട മർദ്ദനത്തിന് ശേഷം അക്രമികൾ കാറിൽ കയറി വീണ്ടും പുറത്തേക്കിറങ്ങി യുവാക്കളെ മർദ്ദിക്കുന്നത് കാണാം. സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ സഞ്ചരിച്ച മറ്റു ചില യുവാക്കളാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വാഴക്കാല സ്വദേശി പ്രവീൺ കുമാർ ഇപ്പോഴും അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ്. ഇയാളുടെ തലയോട്ടിക്ക് പൊട്ടൽ, തലച്ചോറിൽ രക്തം കട്ട പിടിച്ചതിനാൽ ആദ്യം പ്രവേശിച്ച ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. പരിക്കേറ്റ വാഴക്കാല സ്വദേശി മുഹമ്മദ് ഷാഫിയുടെ താടിയെല്ലിന് പൊട്ടൽ. പരിക്കേറ്റ 3ാമൻ നിസാമും ആശുപത്രിയിലാണ്. നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുള്ളയാളാണ് വിതീഷ് എന്ന് പോലീസ് പറയുന്നു. പെരുമ്പാവൂരുകാരനായ ഗുണ്ടാ നേതാവിൻ്റെ അനുയായികളാണ് തങ്ങൾ എന്ന് പോലീസിനോടും ഇവർ വീമ്പിളക്കി. ഒരു കാര്യം വ്യക്തമാണ്, ഭയമൊന്നുമില്ലാതെ കേരളത്തിൽ ഏത് അക്രമത്തിനും മടിക്കാത്ത ചില ഗുണ്ടകൾ വിലസുകയാണ്. ഇവരെ ചൊൽപ്പടിക്ക് നിർത്തിയില്ലെങ്കിൽ അരാജകത്വമാകും ഫലം. ഏറ്റവും കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കണം. ആഭ്യന്തരമന്ത്രി ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി ശ്രദ്ധ വയ്ക്കണം. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പാൽക്കുളങ്ങരയിൽ നടു റോഡിൽ ഒരു യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം. കുടുംബങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കത്തെ തുടർന്നുള്ള സംഘർഷത്തിലാണ് വിശാഖ് എന്നയാളെ പ്രദീപ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു. പ്രദീപിനെ മുൻപ് വിശാഖ് ആക്രമിച്ചിരുന്നു. അന്നു മുതൽ പ്രശ്നങ്ങൾ പതിവായി. പ്രദീപിനെ ആക്രമിച്ചതിന് ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ വിശാഖിനെ അതിക്രൂരമായി പ്രദീപ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു.
2 ദിവസങ്ങൾക്ക് മുൻപ് വിശാഖ് പ്രദീപിന്റെ വാഹനം തകർത്തത് പ്രശ്നം കൂടുതൽ വഷളാക്കി. തുണികൾ വീടുകളിൽ നിന്ന് വാങ്ങി കഴുകി തിരികെ നൽകുന്ന ജോലിയായിരുന്നു വിശാഖ് ചെയ്തിരുന്നത്. ഇതിനായി കട ആരംഭിച്ചിരുന്നുവെങ്കിലും 2 വർഷം മുമ്പ് കടയൊക്കെ പൂട്ടി. വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ 2013 റൌഡി ലിസ്റ്റിൽപ്പെട്ട വ്യക്തിയാണ് പ്രദീപ്. 2009 പ്രദീപിനെതിരെ വഞ്ചൂർ പോലീസ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. വധഭീഷണി, ആയുധകൊണ്ട് ആക്രമണം, നരഹത്യാശ്രമം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി 8 ഗുരുതര കുറ്റകൃത്യങ്ങൾ പ്രദീപിന് മേൽ പോലീസ് ചുമത്തി. വഞ്ചൂർ, ഫോർട്ട്, പേട്ട പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ പ്രദീപിനെതിരെ ഇക്കാലഘട്ടത്തിലുണ്ടായി. എന്നാൽ 2013 ശേഷം പ്രദീപിന്റെ പേരിൽ പിന്നീട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല. 2013 ശേഷം മറ്റെന്തെങ്കിലും തൊഴിലെടുത്ത് ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രദീപ് ആഗ്രഹിച്ചു. ഇതിനെ തുടർന്നാണ് ജനൻ ടിവിയിൽ ഡ്രൈവറായി ജോലി ആരംഭിച്ചത്. ദീർഘകാലം പ്രമുഖ വാർത്താ ഏജൻസിയായ NIA വേണ്ടിയും ഡ്രൈവർ ജോലിയെടുത്തു. ഈ കാലയളവിൽ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരുമായി വളരെ അടുപ്പം. മാധ്യമപ്രവർത്തകരോടെല്ലാം വളരെ സൗമ്യമായും നല്ല രീതിയിലും പെരുമാറിയിരുന്ന പ്രദീപ് പക്ഷേ അയൽവക്കത്തെ തർക്കങ്ങളുടെ പേരിൽ ഒടുവിൽ വീണ്ടും ക്രിമിനൽ പാത തെരഞ്ഞെടുത്തു. വിശാഖും പ്രതിയായ പ്രദീപും ഒരേ രാഷ്ട്രീയ ധാരയിൽ നിന്ന് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ കോണുകളുമില്ല. അയൽവാസിയായ വിശാഖുമായി നിലനിന്നിരുന്ന കുടുംബപരമായ അതിർത്തി തർക്കങ്ങൾ പ്രദീപിന്റെ ജീവിതത്തെ വീണ്ടും അശാന്തമാക്കി. 2024 വിശാഖ് പ്രദീപിനെ ക്രൂരമായി ആക്രമിക്കുകയും കേസിൽ വിശാഖ് ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും പ്രദീപിന് അരികിലെത്തി പ്രദീപിന്റെ വാഹനം തകർത്തു. ഒടുവിൽ വിശാഖ് പാൽക്കുളങ്ങരയിലെ വീട്ടിലെത്തിയ സമയം നോക്കി പ്രദീപ് പ്രത്യാക്രമണം നടത്തുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടപ്പിലാക്കിയത്. മറ്റു 3 സഹായികളെയും ഒപ്പം കൂട്ടി വടിവാളും വെട്ടുകത്തികളും ഉപയോഗിച്ച് വിശാഖിനെ വെട്ടിവീഴ്ത്തുകയായിരുന്നു പ്രദീപ്. മകൻ വെട്ടേറ്റ് കിടക്കുന്നത് കണ്ട അമ്മ ശൈല അലറിക്കരഞ്ഞുകൊണ്ട് ഓടിയെത്തി. അയൽവാസികളാരും സഹായത്തിനെത്തിയില്ല. ജീവന് വേണ്ടിക്കാണ് വിശാഖ് അമ്മയോട് കുടിക്കാൻ അല്പം വെള്ളം ചോദിച്ചു. വെള്ളവുമായി അമ്മ എത്തുമ്പോൾ പോലീസും എത്തിയിരുന്നു. പക്ഷേ അപ്പോഴേക്കും മരിച്ചു. സംഭവത്തിൽ പ്രദീപിനെയും സഹായി വിനീത് ഉൾപ്പെടെയുള്ളവരെയും സാഹചര്യ തെളിവുകളുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് പിടികൂടി. ഓടാൻ ശ്രമിച്ച വിശാഖിനെ അവൻ വെട്ടിവീഴ്ത്തുകയായിരുന്നു. അലറിക്കരഞ്ഞുവെങ്കിലും ആരും രക്ഷിക്കാൻ മുന്നോട്ട് വന്നില്ല എന്ന് വിശാഖിന്റെ അമ്മ പറയുന്നു. 42കാരനാണ് CS വിശാഖ്. പ്രദീപിന്റെ പ്രായം 39. എന്തിനും പഠിക്കാത്ത ഒരു കൂട്ടം ഗുണ്ടകൾ. ക്രൂരമായി ആക്രമിക്കാനും എതിരാളികളെ കൊന്നൊടുക്കാനും ഇവർക്ക് യാതൊരു മടിയുമില്ല. ഇക്കൂട്ടരെ നിയന്ത്രിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ഉടൻ ചെയ്യേണ്ടത്. ഒരു 10ാം ക്ലാസ്സുകാരനെ വളഞ്ഞിട്ട് മർദ്ദിച്ച ഒരു കൂട്ടം സഹവിദ്യാർത്ഥികൾ. കൊച്ചിയിലാണ് സംഭവം. ദാലഗ സഹപാഠികളുടെ കൂട്ടം തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്കെതിരെ മൂവാറ്റുപുഴ പോലീസ് ഇപ്പോൾ കേസെടുത്തു. വിവിധ ഡിവിഷനുകളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് മർദ്ദനമേറ്റയാളും മർദ്ദിച്ചവരും. ഈ മാസം 16 സ്കൂളിലുണ്ടായ ഒരു തർക്കത്തിന് പിന്നാലെ ക്രൂരമായ മർദ്ദനം അവർ ആസൂത്രണം ചെയ്യുന്നു. സ്കൂൾ വിട്ടതിന് ശേഷം വൈകിട്ട് 4:30 പുറത്തുള്ള ഇടവഴിയിൽ വെച്ചായിരുന്നു സംഭവം. മുൻകൂട്ടി ആസൂത്രണം ചെയ്തുള്ള അതിക്രൂര മർദ്ദനം. പച്ചത്തെറി വിളിച്ചുകൊണ്ട് വിദ്യാർത്ഥിയുടെ കരണത്തടിക്കുന്നു. പിന്നീട് വിദ്യാർത്ഥിക്ക് ചുറ്റും നടന്ന് പരിഹസിക്കുകയും ആർത്തിച്ചിരിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ പലതവണ മർദ്ദിക്കുന്നത് പോലെ നടിക്കുന്നു, അവനെ ഭയപ്പെടുത്തുന്നു. ഒടുവിൽ ഇടത്തെ കവിളിൽ ആഞ്ഞടിക്കുന്നതോടെ അവരുടെ മർദ്ദനം തുടങ്ങുന്നു. മുഖത്തും തലയിലും അടിക്കുന്നതും ചവിട്ടുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഗുണ്ടകളുടെ നിരവധി ആക്രമണങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് റിപ്പോർട്ടുകളായി നമുക്ക് മുന്നിലെത്തുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ ആഭ്യന്തരമന്ത്രി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അപകടം ആഭ്യന്തരമന്ത്രിയെയും തേടി വരും എന്നുറപ്പ്. ഇവിടെയാണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന ചില മുന്നറിയിപ്പുകളുടെ തലം നമ്മൾ മനസ്സിലാക്കേണ്ടതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.